സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മദത്തം തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേഹം ദ ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന നാദശ്രീ ചാനലിലെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സഹകരിച്ചവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ 66-ാം ദശകം 7 ശ്ലോകമാണ് പറഞ്ഞു വെച്ചത്. തൻ്റെ സമീപത്ത് വന്നു ചേർന്നതായിരിക്കുന്ന ഗോപികളോട് ഭഗവാൻ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് മടങ്ങാനും കുലവധൂധർമ്മം ഉപദേശിക്കുകയും ചെയ്യുന്നു. മടങ്ങാൻ പറയുകയും കുലവധൂധർമ്മം ഉപദേശിക്കുകയും ചെയ്യുന്നു. അവർ ഒരിക്കലും തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നും പരപുരുഷനെ തേടി വന്നവരല്ല തങ്ങൾ എന്നും പരമപുരുഷനെ തേടിയിട്ടാണ് തങ്ങൾ വന്നത് എന്നും സ്ത്രീകൾ പറയുന്നു. പരമപുരുഷൻ ഈശ്വരനാണ്. ഈശ്വരനെ തേടരുത് എന്ന് എവിടെ പറഞ്ഞിരിക്കണം? സർവ്വവേദശാസ്ത്രങ്ങളും ഈശ്വരനെ അന്വേഷിച്ച് കണ്ടെത്തണം. കണ്ടെത്തിയേ പറ്റൂ. അതാ മനുഷ്യജന്മത്തിൻ്റെ ശ്രേഷ്ഠത. അല്ലാത്ത ജന്മമല്ല എന്നല്ലേ ഭഗവാനെ പറയുന്നത്. അപ്പോൾ ഞങ്ങളെവിടെയാ തെറ്റ് ചെയ്തിരിക്കണം? ഞങ്ങളെ അത് എന്തിനാണ് മടങ്ങിപ്പോവാൻ പറയുന്നത് എന്നവർ ചോദിക്കുന്നു. സുന്ദരമായിട്ടുള്ള യമുനാ തീരത്ത് ഭഗവാൻ അവരെ നടന്ന് കാറ്റുകൊണ്ട് ഉത്തരീയം വിരിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഭാഷയിൽ വെച്ച ഷോളൊക്കെ വിരിച്ച് അവിടെ ഇരിക്കുക. അതുപോലെ ഇരുന്നു സുന്ദരമായിട്ട്. കന്ദളിതകർമ്മലേശം 8-ാമത്തെ ശ്ലോകം. കുന്ദമൃദുസ്മേരവക്ത്രപാഥോജം നന്ദസുതത്വാം തിജകൾ സുന്ദരം ഉപഗുഹ്യ നന്ദിതോ ബാല. ഹേ നന്ദസുത അംബോധന. കന്ദളിതകർമ്മലേശം. കന്ദളിതകർമ്മലേശം മുല്ലപ്പൂ പോലെ മൃദുലമായ പുഞ്ചിരിയോട് കൂടിയവനും കുന്ദ മൃദുസ്മേര വക്ത്ര. കുന്തം എന്ന് പറഞ്ഞാൽ മുല്ലപ്പൂവാണ്. കന്ദളിതകർമ്മലേശം എന്ന് പറഞ്ഞാൽ അല്പാൽപ്പമുള്ള വേർപ്പ് പൊടിഞ്ഞവനും. നടത്തം കൊണ്ടേ കുറച്ചിങ്ങനെ നടക്കുകയാണല്ലോ കാട്ടുകൂടെ, ഉണ്ടാവാം ചെറിയ ചില സ്ട്രെയിൻ അല്ലെങ്കിൽ അധ്വാനം കൊണ്ട് വരുന്ന വിയർപ്പ് കണങ്ങൾ. അല്ലാതെ വേർത്ത് ഒലിക്കല്ല, അവശതയില്ല. ഭഗവാനിൽ എന്ത് ചേർന്നാലും അത് ഭംഗിയാണ്. വെള്ളത്തുള്ളികൾ മുത്തുമണിമണി പോലെ ആയിരിക്കും. ചിലപ്പോൾ ആ വേർപ്പിനും ഭംഗിയുണ്ടാവും. ഭഗവാനിൽ രക്തടക്കം ഭംഗിയാണെന്നാണ് പറയുക ഭീഷ്മസ്തുതിയിലൊക്കെ. രക്തം പൊടിഞ്ഞ സുന്ദരമായിട്ടുള്ള ഭഗവാനെ രക്തത്തിന് ഭംഗിയുണ്ടോ ശരിക്കും? രക്തം ചോര പുരണ്ടിരിക്കണോ അവിടെ കാണുക എന്നാണ് പറയുക. പക്ഷേ ഭഗവാൻ ഭീഷ്മര അയച്ച ശര അയച്ചപ്പോൾ അതും സുന്ദര. പിന്നെ വേർപ്പ് സുന്ദരമായി എന്ന് പറഞ്ഞാൽ അതിശയിക്കാനൊന്നുമില്ല. കന്ദളിത കർമ്മലേശം അല്പം പൊടിഞ്ഞ വേർപ്പ് കൊണ്ടും മുല്ലപ്പൂ മുട്ടുപോലെയുള്ള മന്ദഹാസം, പല്ല് കാണിച്ചു കൊണ്ടുള്ള മന്ദഹാസം. ഒത്ത പല്ലുകൾ, ശരിക്കുള്ള ഷേപ്പ്, ഇടകളില്ല, ഒരു പല്ലിൻ്റെ മുകളിൽ മറ്റൊരു പല്ലില്ല. ഒക്കെയാണ് പല്ലിൻ്റെ ഭംഗി. ഒരേ വരിയിൽ ഒരേ വലുപ്പത്തിൽ, ഒരുപാട് വലിയ പല്ലല്ലാതെ പലകപ്പല്ല് എന്ന് പറയും നമ്മൾ. വലിയ പല്ല് ഭംഗി ഉണ്ടാവില്ല. പൊന്തിയിട്ടില്ല, പൊന്തിയ പല്ലല്ല. പല്ലിൻ്റെ വിശേഷണങ്ങൾ ഇതൊക്കെയാണല്ലോ. മുല്ലപ്പൂ പോലെ വെളുത്തതും വളരെ ചെറിയതും ഇടയില്ലാത്തതും ശരിക്ക് വെച്ച ദന്തനിരകളോട് കൂടിയും ചുരുക്കം. കുന്ദമൃദുസ്മേര വക്ത്രപാഥോചം തിജഗത് സുന്ദരം ത്വാം ഉപഗുഹ്യ. 3 ലോകത്തിലും വെച്ച് സൗന്ദര്യോത്തരതോപി സുന്ദരതരം. ഭഗവാനെ വർണ്ണിക്കാൻ തുടങ്ങിയാൽ മണിക്കൂറുകൾ മതിയാവൂ. അത്രയും സുന്ദരമായിട്ടുള്ള വസ്തുക്കളിൽ വെച്ചിട്ട് സുന്ദരമായ ഏതിനോടാ ഉപമിക്കാൻ നിശ്ചയില്ല. എപ്പത്തൂരിനെ ഉപമിക്കാൻ പറ്റിയൊരു വസ്തു കിട്ടിയില്ല. അപ്പോൾ തൃതീയ ദശകത്തിൽ 2-ാമത്തെ ദശകത്തിൽ സൗന്ദര്യോത്തരതോപി സുന്ദരതരം എന്നാണ് പറഞ്ഞു. ത്രിജഗത് സുന്ദരം, ശുദ്ധാഗുണാൻ ത്രിഭുവന സുന്ദര, ഭുവന സുന്ദര. രുക്മിണി സംബോധന ചെയ്യും. എത്ര ആളാണ് ഭഗവാന്റെ സൗന്ദര്യത്തെ വർണ്ണിച്ചിരിക്കണം? വർണ്ണിച്ചിട്ടും മതിയായിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയുള്ള ഭഗവാനെ ത്വാം ഉപഗുഹ്യ, ആലിംഗനം ചെയ്തിട്ട്, ഏറ്റവും ഇഷ്ടമുള്ള വസ്തുവെ നമ്മൾ ആലിംഗനം ചെയ്യുക. ഏറ്റവും ഇഷ്ടമുള്ള ഒരു
കത്താണ് പറഞ്ഞതെങ്കിൽ ആ കത്ത് നമ്മൾ മാറോട് ചേർക്കും. ഒരു സാധനമാണ് ഒരാൾ അയച്ചതെങ്കിൽ അതിനെ നമ്മൾ മാറോട് ചേർക്കും ചിലപ്പോൾ, ഇല്ലേ? ഒരു മോതിരം മാറോട് ചേർത്തു സീത, രാമൻ കൊടുത്തയച്ചത്. സീത കൊടുത്തയച്ച ചൂടാമണി ഭഗവാൻ മാറോട് ചേർത്തു. അതിനേക്കാളും ഇഷ്ടം ഈ ലോകത്തിൽ ഇനി വേറെ ഒന്നിനോടും ഇല്ല. അപ്പോൾ ഇവിടെ ഭഗവാനേക്കാളും ഇഷ്ടം ഇവർക്ക് വേറെ ആരും ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ത്രിജഗത് സുന്ദരം ത്വാം ഉപഗുഹ്യ, ആലിംഗനം ചെയ്ത് മാറോട് ചേർത്ത്. ബാല നന്ദിത, ബാല സ്ത്രീകൾ വളരെയേറെ സന്തോഷിച്ചു. കന്തളിത കർമ്മലേശം കുന്തമൃദുസ്മേര വക്ത്രപാദോജം, അത്രയും ഭഗവാന്റെ വിശേഷണമാണ്. വേർപ്പ് തുള്ളികൾ പൊടിഞ്ഞ് മുല്ലപ്പൂമൊട്ട് പോലെയുള്ള മന്ദഹാസം കൊണ്ട്, പല്ലുകൾ കൊണ്ട് മന്ദഹാസം കൊണ്ട് സ്വന്തം നന്ദസുധ, നന്ദഗോപരുടെ പുത്രനായിട്ടുള്ള ഭഗവാനെ വിളിക്കുകയാണ്. ത്വാം തിജഗത് സുന്ദര ഉപഗുഹ്യ, 3 ലോകത്തിലും വെച്ച് സുന്ദരനായിട്ടുള്ള അങ്ങയെ ആലിംഗനം ചെയ്ത് സ്ത്രീകൾ അത്യാനന്ദം അനുഭവിച്ചു. വിരഹേഷ്വങ്കാരമയ ശൃംഗാരമയ ച സംഗമേ ഹി ത്വം നിതരാം അങ്കാരമയ തത്ര പുനഃസംഗമേ വിചിത്രമിതം. ഇവിടെ ഭട്ടതിരിയുടെ ഒരു വാക്കിൻ്റെ പ്രയോഗം സാമർഥ്യം കാണിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. 2 അർത്ഥത്തിൽ ഒരേ വാക്ക് പ്രയോഗിക്കുക. ഒരു വാക്ക് 2 പ്രാവശ്യം 2 അർത്ഥത്തിൽ പ്രയോഗിക്കുക. 2 പ്രാവശ്യം പ്രയോഗിച്ചിട്ടുണ്ട്, പക്ഷേ ആദ്യത്തെ അർത്ഥമല്ല രണ്ടാമത്തെ വാക്കിനുണ്ടാവുക. സഹസ്രനാമത്തിലൊക്കെ അങ്ങനെ ഇഷ്ടംപോലെ വാക്കുകളുണ്ട്. 2 വാക്ക് പ്രയോഗിച്ചാൽ ആ 2 വാക്കിനും ഒരർത്ഥമല്ല. ഇവിടെ പറയണ ത്വം വിരഹേഷു അങ്കാരമയ ആണ്. കുറച്ച് നേരം കഴിഞ്ഞാൽ ഈ സംസ്കൃതം അറിയാത്തവർക്കും കൂടി സംസ്കൃതം പഠിക്കും, വേണ്ട പോലെ നാരായണീയം കേട്ടാൽ. വിരഹേഷു അങ്കാരമയ, വിരഹം, വിരഹ ദുഃഖത്തിൽ ഭഗവാൻ അങ്കാരമയനാണ്. എന്ത് ഈ അങ്കാരം? അങ്കാരം എന്നുള്ള വാക്ക് തീക്കൊള്ളി എന്നുള്ള അർത്ഥമാണ്. എവിടെ പോയി തീക്കൊള്ളി വരാൻ കാരണം? വിരഹം വരുന്ന സമയത്ത് സ്ത്രീകളായാലും പുരുഷനായാലും ഏറ്റവും ഇഷ്ടമുള്ളവരെ പിരിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു തീക്കൊള്ളി പോലെ ദുഃഖിപ്പിക്കുന്ന വസ്തുവാണ്. അതാണ് വിരഹേഷു ഹേ ഭഗവാൻ ത്വം അങ്കാരമയ. ഒരു തീ കത്തുമ്പോൾ നീറുക, പലപ്പോഴും തീയെ ദുഃഖത്തിനെ കാണിക്കും, ഇല്ലേ? ഞാൻ ദുഃഖത്തിൻ്റെ തീച്ചൂളയിലാണ് എന്നാണ് പറയുക. അവിടെ തീച്ചൂള ദുഃഖത്തിനെ കാണിക്കുന്നു. അപ്പം അങ്ങ് വിരഹേഷു ഹേ അങ്കാരമയ, ത്വം അങ്കാരമയനാണ്. കൃഷ്ണനെ ഇഷ്ടപ്പെട്ടവർ കൃഷ്ണവിരഹം തീക്കൊള്ളി അല്ലെങ്കിൽ തീ പോലെ ദുഃഖം അനുഭവിക്കുന്ന വസ്തുവായിട്ട് കടന്നു പോകുന്നു ആ രംഗങ്ങൾ. പക്ഷെ ഇവിടെ സംഗമേ ശൃംഗാരമയ, സംഗമം ഉണ്ടാവുമ്പോൾ എന്താ ഉണ്ടാവുക? സംഗമം ഉണ്ടാവുമ്പോൾ സന്തോഷം ഉണ്ടാവും. ശൃംഗാരമയ, ശൃംഗാരസുഖം, ഇഷ്ടമുള്ള പുരുഷനെ സ്ത്രീകൾ ലഭിക്കുമ്പോൾ ശൃംഗാരസുഖം കിട്ടുന്നു. വളരെയേറെ മനസ്സിന് ആനന്ദം ഉണ്ടാവും. സ്ത്രീയെ ഇഷ്ടപ്പെട്ടാലും സ്ത്രീ പുരുഷനെ ഇഷ്ടപ്പെട്ടാലും അത്രയും ഇഷ്ടം വേറെ ഈ ലോകത്തിൽ വേറെ ഒരു കാര്യത്തിനോടും ഉണ്ടാവില്ല. ചിലപ്പോൾ അവർ വിശപ്പ് മറക്കും, ലോകത്തെ മറക്കും, എവിടെയാണെന്നുള്ള സ്ഥലം മറക്കും, ഇത്രയായി സമയം അത് മറക്കും. എനിക്കിഷ്ടപ്പെട്ട ഒരാളെ കിട്ടിയ, അങ്ങനെയാണല്ലോ മനുഷ്യൻ്റെ ഒരു സൈക്കോളജി. അങ്ങനെയാണ്. സംഗമേ ശൃംഗാരമയ, മതിമറന്ന് ആനന്ദിച്ചു സംഗമത്തിൽ. അപ്പം വിരഹത്തിൽ ദുഃഖം ഉണ്ടാവും. ഇനി 3ാമത് പറഞ്ഞു തത്ര സംഗമേ അപി പുനനിതരാം അങ്കാരമയ. അത് കുറേ അങ്കാര എന്നുള്ള വാക്കിനെ പ്രയോഗിച്ചിരിക്കുകയാണ്. ഭഗവാനെ വിരഹത്തിൽ തീക്കട്ട തീക്കൊള്ളി പോലെയും ചേർച്ചയിൽ ശൃംഗാരമായി സന്തോഷിച്ചും. ഇവിടെ നിതരാം അങ്കാരമയ, ചുരുക്കം പറയുകയാണെങ്കിൽ 2 രീതിയിലും അങ്കാരമയനാണ്. ചേരുമ്പോഴും അങ്കാരമയൻ, പിരിയുമ്പോഴും അങ്കാരം. അതെങ്ങനെയാണ്? നേരത്തെ ഒന്ന് എന്നല്ലേ പറഞ്ഞത്? വിരഹേഷു തീക്കൊള്ളി പോലെ കത്തീന്നാണ്. അപ്പം ഇവിടെ പറയണു 2 രീതിയിലും അങ്കാരമയനാണ്. തീക്കൊള്ളിയായി എന്നാണോ?
ചേരുമ്പോഴും സുഖം അനുഭവിക്കുമ്പോഴും തീക്കൊള്ളിയാവുമോ? അതില്ലല്ലോ. അപ്പോൾ അവിടെ ഈ അങ്കാരമയ എന്ന വാക്കിന് രണ്ടർത്ഥമാണ് പറഞ്ഞിരിക്കണം. അവിടെയാണ് ഭട്ടേരിയുടെ ആ ഒരു സാമർഥ്യം, വാക്സാമർഥ്യം കാണുക. അങ്കാരമയൻ എന്താർത്ഥം? അംഗം ശരീരം, അങ്ങനെ അർത്ഥമുണ്ടല്ലോ. അംഗം ശരീരം, ശരീര അവയവങ്ങൾക്കാണ് നമ്മൾ അംഗം. ഇകല അങ്കൻ എന്ന് പറഞ്ഞാൽ എന്താ? കൈകൾക്കോ കാലിനോ കണ്ണിനോ കേടുള്ളവൻ ആണ് നമ്മൾ വികലാംഗത്തിന്. അപ്പോൾ ഇവിടെ അങ്കാരമയൻ എന്ന് പറഞ്ഞാലോ ശരീരത്തെ കൊണ്ട് സന്തോഷിക്കുന്നവനായി, സന്തോഷം അനുഭവിക്കുന്നവരാക്കി ഗോപികളെ മാറ്റി. ശരിയല്ലേ? അപ്പോൾ ചേർച്ചയിൽ ഗോപികൾ അങ്കാരമകളായി, ശരീരം കൊണ്ട് അങ്ങ് അങ്കാരമയനായി എന്ന് പറഞ്ഞാൽ അങ്ങ് ആനന്ദം കൊടുക്കുന്നവൻ എന്നുള്ള അർത്ഥം വരിക. ഈകൾ അങ്കാരമയല്ല, ഭഗവാൻ അങ്കാരമയനായി എന്ന് പറഞ്ഞാൽ ശരീരത്തെ സന്തോഷിപ്പിക്കുന്നവനായി. ചേർച്ചയിൽ അങ്കാരമയൻ, രമയൻ സന്തോഷിക്കുകയാണല്ലോ, രമിക്കുക. അതേ സമയത്ത് അങ്കാരമയൻ എന്ന് പറഞ്ഞാലോ തീക്കൊള്ളിക്ക് സമാനം എന്നുള്ള അർത്ഥമുണ്ട്. അപ്പോൾ വിരഹത്തിലും ചേർച്ചയിലും അങ്ങ് അങ്കാരമയനായി. എങ്ങനെ? വിരഹത്തിൽ തീക്കൊള്ളി പോലെ ദുഃഖിപ്പിച്ചിട്ടും വരുന്നുണ്ട്. ഭഗവാൻ മറിഞ്ഞിട്ട് ഗോപികളുടെ ഒരു ദുഃഖം വരുന്നുണ്ട് കാണാതെ. ലോട് മുഴുവൻ നടന്ന് അന്വേഷിച്ച് ദുഃഖിക്കുക. അവിടെ അങ്കാരമയനാണ് ഗോപികൾ. ഭഗവാൻ അവർക്ക് അങ്കാരമയനായി തീർന്നു, തീക്കൊള്ളി പോലെ ദുഃഖം കൊടുക്കുന്നവൻ. ചേർച്ചയിലോ അപ്പോഴും അങ്കാരമയൻ തന്നെ. അതെന്താ? സന്തോഷം കൊടുക്കുന്നവൻ, ശരീരത്തെ സന്തോഷിപ്പിക്കുന്നവൻ. ചേർച്ചയിലും വിരഹത്തിലും അങ്കാരമയനായി. സംസ്കൃത പ്രകാരം, മലയാള പ്രകാരം അങ്ങനെയല്ല. ചേർച്ചയിൽ സന്തോഷിച്ചു, വിരഹത്തിൽ ദുഃഖിച്ചു. ഒറ്റ വാക്കുകൊണ്ട് സംസ്കൃതത്തിൽ അങ്കാരമയെന്ന് രണ്ടിനും ചേർത്തു. വിരഹേഷു അങ്കാരമയ, വിരഹത്തിൽ തീക്കൊള്ളി പോലെ ശൃംഗാരമയച്ച സംഗമേ, ചേർച്ചയിലെ ശൃംഗാര സുഖം കൊടുത്തുകൊണ്ടും ഹിത്വം നിതരാമങ്കാരമയ, രണ്ട് നിരത്തിലേക്കും അംഗങ്കാരമയനായി. ചേർച്ചയിൽ ശരീരത്തിന് സന്തോഷം കൊടുത്തിട്ടും ദുഃഖത്തിൽ തീക്കൊള്ളി പോലെയും അങ്ങ് അങ്കാരമയ. ചേർച്ചയിലും വിയോഗത്തിലും ഒരുപോലെ കൃഷ്ണ ഗുരുവായൂരപ്പ അങ്ങ് ഗോപികൾക്ക് അങ്കാരമയനായി. ഒന്ന് സന്തോഷം, ഒന്ന് തീക്കൊള്ളി. തത്ര പുനഃസംഗമേപി, വിരഹേഷു അങ്കാരമയനാണ്, സംഗമേപി ചേർന്നപ്പോഴും അങ്കാരമയനാണ്. അതുകൊണ്ട് അത്ഭുതം എന്ന് പറയാം, ചിത്രമിതം. എങ്ങനെ ഇപ്പം അങ്ങ് രണ്ടിലും അങ്കാരമയനാവുക? ചേർച്ചയിൽ സന്തോഷം കൊടുത്തിട്ടും അല്ലെങ്കിൽ അങ്കാരമയൻ, അതിൻ്റെ അർത്ഥം രണ്ട് നിലയ്ക്കും അവർക്ക് അങ്ങ് അങ്കാരമയനായി എന്ന് പറഞ്ഞിട്ടാണ് ദശകം അവസാനിച്ചിട്ടില്ല, അതിനെ വർണ്ണിച്ചത്. ഒന്ന് ശ്ലോകം കൂടി ഉള്ളൂ, അങ്ങോട്ട് പറയാം. രാധാ തുംഗപയോധരസാധു പരീരംഭലോലുവാത്മാനം ആരാധയേ ഭവന്തം പവനപുരാധീശമയ സകലഗതാൻ. ശ്ലോകത്തിൻ്റെ അവസാനത്തെ പകുതി അർത്ഥം പറയേണ്ട ആവശ്യമില്ല. ഭവന്തം ആരാധയേ, അങ്ങനെയുള്ള കൃഷ്ണ അങ്ങയെ പവനപുരാധീശ, രോഗങ്ങൾ മാറാൻ ഞാൻ ഭജിക്കുന്നു. സകലഗതാൻ ശമയ, വിശേഷിച്ചൊന്നും പറയാനില്ല, നമുക്കറിയാം. മുമ്പ് എന്താ പറഞ്ഞത്? രാധാ തുംഗ പയോധര സാധു പരീരംഭലോലുവാത്മാനം. കീഴിൽ കുറച്ച് ശൃംഗാരവർണ്ണന ഉണ്ടാവും കേട്ടോ, എന്താ നോക്കണ്ട. അതൊക്കെയും ഭക്തിപരമായിട്ട് ഭക്തന്മാരെടുക്കാവൂ. രാധയുടെ ഉയർന്ന ആ സ്ഥലത്തെ മാറോട് ചേർത്ത് ആലിംഗനം ചെയ്ത് സുഖം അനുഭവിക്കുന്ന കൃഷ്ണ, രാധ ആനന്ദം, രാധയ്ക്ക് ആനന്ദം കൊടുക്കുന്നതായിട്ടുള്ള കൃഷ്ണ, രാധാ കൃഷ്ണ സങ്കല്പം മഹത്തായിട്ടുള്ളൊരു ജയദേവൻ ഒരു ദിക്കിൽ പറഞ്ഞിട്ട് മന്മഥ മഹാതീർത്ഥേ, മന്മഥ മഹാതീർത്ഥേ ധ്യാന ശ്ലോകത്തിൽ പല പദത്തിനും ശ്ലോകം ഉണ്ടാവും, എന്നിട്ടാണ് പദം ചെല്ലുക അഷ്ടപതിയിൽ. മന്മഥ മഹാതീർത്ഥമാണ് എന്നാണ് പറയണത്. കാമലീലയല്ല അത്. മഹാതീർത്ഥം എന്ന് പറയുന്നത് ഗംഗ, വലിയ തീർത്ഥം, തടാകം, അതിൽ മുങ്ങിയ പാപമൊക്കെ പൂണേനാണെന്നാണ് മഹാതീർത്ഥം. അപ്പം മന്മഥ മഹാതീർത്ഥമാണ് ഭഗവാനും ഗോപികളും. ഇവിടെ രാധയെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അതിന് രാധയുടെ തുംഗപയോധര, ഉയർന്ന മാറിടം,
സ്ഥലങ്ങളെ ആലിംഗനം ചെയ്ത സാധു പരീലംബലോലുപാത്മാനം, അങ്ങനെയുള്ള അങ്ങയെ രാധാകൃഷ്ണന്മാരെ എന്ന് ചുരുക്കം ഞങ്ങൾ ആരാധിക്കുന്നു. രോഗങ്ങളെ മാറ്റിത്തരണമേ. ശുഭദിന ആശംസകളോടുകൂടി നിർത്തുന്നു. നമസ്കാരം.